ഒരിക്കലും എം മണി എന്താ പറയുന്നത്, അക്രമത്തിലാണ് അവർക്ക് വിശ്വാസം. അക്രമത്തിലൂടെ ജനത്തെ മടുപ്പിച്ച് അധികാരത്തിൽ കയറാനാണ് അവരുടെ വിശ്വാസം. UDF കൂട്ടൽ അവര്. UDF എത്ര സമരം, ഒരു ഹർത്താൽ പോലും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തിട്ടുള്ളൂ. ഇനി കേരള രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ CPM-ന്റെ ഒരു ഭാവി എന്തായിരിക്കും താങ്കൾ കണക്ക്? ഇരുളടഞ്ഞ ഭാവി. കാരണം അവരിപ്പോഴും ഈ ഭരണം മാറിയതിനു ശേഷവും കാണിക്കുന്നത് കാണുമ്പോൾ വലിയ വിഷമമാണ്. അവർ അല്പം ഒരു കൂളിംഗ് ഓഫ് പീരീഡ്, കുറച്ച് ഒന്ന് പരാജയം അങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ, കുറച്ച് സമയം കൊടുക്കുക തെരുവിലേക്ക് ഇറങ്ങുന്നത് അതൊരു വെപ്രാളത്തിന്റെ സൈനായിട്ടാണ് കാണുന്നത്. പക്ഷെ BJP CPM-ന്റെ അവസാനത്തെ ഭരണമായിരിക്കും ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഭരണം നഷ്ടപ്പെട്ടത് ഒരു രീതിയിൽ അവരെ ഭയപ്പെടുത്തിയെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഈ തരത്തിലുള്ള ഒരാഴ്ച പോലും ഗവൺമെന്റ് കൊടുക്കുന്നതിന് മുമ്പ് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ SFI DYFI പ്രസ്ഥാനങ്ങൾ ഇന്ന് നയിക്കുന്ന നേതാക്കൾക്ക് അവർക്ക് CPM-ന്റെ ഭാവി നേതാക്കളായി വന്ന് ഈ പ്രസ്ഥാനത്തെ തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുന്ന താങ്കൾ വിലയിരുത്തുന്നത്? അപ്പം ഇവര് ചെയ്യുന്നത് ഇതിനു മുമ്പിൽ ചെയ്തു തന്നെയാണ്. നമുക്ക് മാറ്റം അനിവാര്യമാണ്. ഈ തരത്തിൽ ലഹളകളും ഈ തരത്തിൽ വഴക്കുകളല്ലേ വേണ്ടത്. നമ്മുടെ ചെറുപ്പക്കാർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അവരെ റോഡിലേക്ക് ഇറക്കി കല്ലെറിയാനും തർക്കം ഉണ്ടാക്കാനും നോക്കുന്നത് അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ, ഇരുണ്ട കാലഘട്ടത്തിലെ രാഷ്ട്രീയമാണ്. ഇനി അത് ആവശ്യമില്ല. യഥാർത്ഥത്തിൽ വൃത്തിയുള്ള, അന്തസ്സുള്ള, ഗുണ്ടായുസമില്ലാത്ത രാഷ്ട്രീയം ക്യാമ്പസ് തലം മുതൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരെ പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെയാണ്? അല്ല, അതിപ്പോ പ്രാവർത്തികമാക്കാമല്ലോ. ഇപ്പൊ JNUലോട്ട് വയ്ക്കും. ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്ന JNU, അവിടെ ഒരു പ്രശ്നമില്ലാതാണല്ലോ ഇലക്ഷൻ നടക്കുന്നത്. മറ്റേത് സംസ്ഥാനത്താണ് ഈ തരത്തിലുള്ള രാഷ്ട്രീയ വൈര്യവും ഈ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്? ഒരു സംസ്ഥാനത്തും ഉണ്ടാവാത്ത വിധം ഈ കലുഷിതമാക്കുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനമാണ്. അവര് സമീപനം മാറ്റിയാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഭരണത്തിൽ വരാം. പക്ഷെ അവരെ സംബന്ധിച്ച് ഇങ്ങനെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ഭരണത്തിൽ വരാൻ പറ്റുള്ളൂ. UDF കൂട്ടൽ അവര്. UDF എത്ര സമരം, ഒരു ഹർത്താൽ പോലും പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തിട്ടുള്ളൂ അന്നത്തെ. അപ്പൊ പിന്നെ എങ്ങനെയാ അധികാരത്തിൽ വന്നത്? ജനങ്ങള് മാൻഡേറ്റ് തന്നെയാണ്. അപ്പൊ ജനങ്ങളുടെ മാൻഡേറ്റിന് വിശ്വാസമില്ല, അക്രമത്തിലാണ് അവർക്ക് വിശ്വാസം. അക്രമത്തിലൂടെ ജനത്തെ മടുപ്പിച്ച് അധികാരത്തിൽ കയറാനാണ് അവരുടെ വിശ്വാസം. പരാജയം സംഭവിച്ചപ്പോൾ ജനവിധി മാനിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തതാണ് ഇതിന്റെ ഒരു ഒരിക്കലും മാനിച്ചിട്ടുള്ളൂ. ഒരിക്കലും എം മണി എന്താ പറയുന്നത്? ഒരിക്കലും നിങ്ങളുടെ നാട്ടുകാരനാണ് അദ്ദേഹം. ഒരിക്കലും തോൽവിയിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തോറ്റത് സമ്മതിച്ചിട്ടില്ല, ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല.